ഹല്ലേലൂയ. എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. ടുഡേയ്സ് മെസ്സേജ് ടൈറ്റിൽ ചുവന്ന പായസം. ഉൽപ്പത്തി 25:30 വായിക്കുന്നത്, ഏശാവ് യാക്കോബിനോട് ആ ചുവന്ന പായസം കൂടെ എനിക്ക് തരയണം എന്ന് പറയുന്നു. ഹല്ലേലൂയ. ദൈവം തന്നെ ആക്കരിക്കുന്ന സ്ഥാനം ഉപേക്ഷയായി വിചാരിച്ചതുകൊണ്ട് ജീവിതത്തിൽ പരാജയപ്പെടുന്നതിനും പിന്നീട് അത് മുഖാന്തരം ദുഃഖിക്കുന്നതിനും ഇടയാക്കിയ ഒരുവനാണ് ഏശാവ്. തൻ്റെ ഉത്കൃഷ്ടമായിരുന്ന ജ്യേഷ്ഠാവകാശം യാക്കോവിൻ്റെ ചുവന്ന പായസത്തിനു പകരമായി അവൻ വെച്ചുമാറുകയും അങ്ങനെ തൻ്റെ ദൈവദാനമായിരുന്ന അവകാശം അവൻ തുച്ഛീകരിക്കുകയും ചെയ്തതായി നമ്മളിവിടെ കാണുകയാണ്. ഏശാവിൻ്റെ ഈ പരാജയത്തിൻ്റെ പിൻപിൽ കുടികൊണ്ടിരുന്ന തകരാറ് എന്തെല്ലാമാണ്, അതുമൂലം തനിക്ക് നേരിട്ട നഷ്ടത്തിൻ്റെ വലിപ്പം എന്തെല്ലാമാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. യാക്കോബിൻ്റെ പായസത്തിൻ്റെ ചുവപ്പ് ഒരുപക്ഷെ അവൻ്റെ കണ്ണുകളെ വളരെയധികം ആകർഷിച്ചിരിക്കാം. ചുവപ്പ് കലർത്തിയത് തന്നെ ഏശാവിനെ വഞ്ചിക്കുന്നതിന് വേണ്ടി ആയിരിക്കണം എന്ന് നമ്മൾ കാണുന്നുണ്ട്. നിറപ്പകട്ടിൽ അവൻ മയങ്ങിപ്പോയി. അപകട സൂചനയായി പൊതുവെ അംഗീകരിക്കപ്പെട്ടത് ഏശാവിന് പറ്റിയ അമളിയെ തുടർന്നാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യനെ വശീകരിക്കുന്നതിന് ഇതുപോലുള്ള എത്രയെത്ര നിറപ്പകട്ടുകളാണ് നാം കണ്ടുവരുന്നത്. അതുകൊണ്ട് സകലതും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അനുഭവം നമ്മൾ കാണുന്നുണ്ട്. ഒരുവനെ ആകർഷിക്കുന്ന ചുവപ്പ് പായസം ചിലപ്പോൾ ഒരു യുവതിയായിരിക്കാം. അവരുടെ നിറപ്പകട്ടിൽ അവൻ വശീകരിക്കപ്പെടുന്നുണ്ട്. അവർക്ക് വേണ്ടി വിശ്വാസവും ആത്മീകവും വേണ്ടിവന്നാൽ ഭൗതികവും മനുഷ്യൻ വിട്ടുകളയുന്നു. അന്ധകാരമായ വികാരത്തിൽ സകലവും സന്മാർഗീയ മൂല്യങ്ങളെയും വലിച്ചെറിഞ്ഞുകൊണ്ട് എത്ര ആളുകൾ കുതിച്ചു ചാടുന്നു. വേറൊരാൾ കാണുന്ന ചുവപ്പ് പണത്തിലായിരിക്കും. ഏതു മാർഗത്തിൽ കൂടെയും പണം സമ്പാദിക്കുവാൻ അവൻ വെമ്പൽ കൊള്ളുന്നു. വഞ്ചനയും കൊലയും എല്ലാം അതിനുവേണ്ടി അവൻ നടത്തുന്നു. ഇതൊന്നും വേണ്ടാത്തവർ പോലും ചിലർ അധികാരത്തിനു വേണ്ടി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന അധാർമിക പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അത് വേറൊരു ചുവന്ന പായസമാണ്. അപ്പം ഇവരെ ആകർഷിക്കുന്ന നിറപ്പകട്ടുകൾ ഇതൊക്കെ ആയിരിക്കാം. ഇങ്ങനെ എത്രയെത്ര നിറപ്പകട്ടുകൾ നമ്മുടെ കൺമുമ്പിലുണ്ട്. എത്രയെത്ര പായസങ്ങളാണ് ദൈവജനത്തിൻ്റെ മുമ്പിൽ ഇന്ന് കണ്ടുവരുന്നത്. ദൈവത്തിൻ്റെ ജനമേ, നാം വശീകരിക്കപ്പെട്ട് നമ്മുടെ ആത്മീയ നിലയും വിലയും നഷ്ടമാകാതിരിക്കുവാൻ നമുക്ക് സൂക്ഷിക്കാം. നമുക്ക് താഴ്ത്തി ഏൽപ്പിക്കാം. ഈ വചനത്താൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.